പച്ചക്കറി ഒഴിവാക്കി ഭക്ഷണം കഴിക്കാമെന്ന നോൺ വെജിറ്റേറിയൻകാരൻ തീരുമാനമെടുത്താലും പൊള്ളുന്ന വിലയാകും ഇതിനുവേണ്ടി നൽകേണ്ടി വരിക. ഹോട്ടലിൽ കയറി ഫിഷ് ഫ്രൈയോ ബീഫ് ഫ്രൈയോ കഴിച്ചാൽ കീശ കാലിയാകുന്നത് അവൻ അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വില കൂട്ടി സ്പെഷ്യൽ ഐറ്റം നൽകുന്നതിൽ ഹോട്ടലുകാരനെ പഴിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സ്ഥിതി. മലയാളിയുടെ പ്രിയപ്പെട്ട മത്സ്യയിനമായ മത്തി 1 കിലോ ലഭിക്കണമെങ്കിൽ 60 മുതൽ 80 രൂപ വരെ നൽകേണ്ടുന്ന അവസ്ഥയാണുള്ളത്. ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് 60 രൂപയ്ക്കെങ്കിലും 1 കിലോ മത്തി ലഭിക്കുന്നത്. പലപ്പോഴും ഇത് 80-ലെത്തി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. മത്തിയിൽ നിന്ന് അല്പം ഗ്രേഡ് കൂട്ടി അയലയോ വറ്റയോ വാങ്ങാമെന്ന് കരുതിയാൽ തുക 100-ന് മുകളിൽ പോലും. 1 കിലോ കിളിക്ക് 120 മുതൽ 140 രൂപ വരെ നൽകേണ്ടുന്ന അവസ്ഥയാണുള്ളത്. അയലയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണി അയലയ്ക്ക് പോലും 140 രൂപ നൽകേണ്ടി വരും. ഇനി അല്പം കൂടി മുന്തിയ ഇനമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തുക 300-ലെത്തി നിൽക്കും. കുടുക്കയും വറ്റയും സ്രാവും അടക്കമുള്ള മത്സ്യ ഇനങ്ങൾക്ക് 300 മുതൽ 400 വരെയാണ് വില. പച്ച മത്സ്യങ്ങൾ ഒഴിവാക്കി ഉണക്കമീൻ വാങ്ങാമെന്ന് കരുതിയാലും വലിയ വില തന്നെ നൽകേണ്ടി വരുന്നതാണ് സ്ഥിതി. മലയാളികൾക്ക് പ്രിയപ്പെട്ട തിരണ്ടി മീൻ വാങ്ങണമെങ്കിൽ ഇപ്പോൾ 300 രൂപയോളം 1 കിലോയ്ക്ക് നൽകേണ്ടി വരും. ചെറിയ രീതിയിലുള്ള തിരണ്ടി മീനാണെങ്കിൽ അത് 240 മുതൽ 300 വരെ എത്തുന്നതായാണ് ഇപ്പോഴത്തെ കണക്ക്. സ്രാവിനെക്കുറിച്ചും തൂക്കുമീനിനെക്കുറിച്ചും ചിന്തിച്ചാൽ അത് 400-ലേക്ക് അടുക്കുന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി വൻതുക ചെലവാക്കാൻ വിധിക്കപ്പെട്ട രീതിയിലേക്ക് മലയാളി മാറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയാൽ ഇപ്പോഴത്തെ തുക ഇരട്ടിയിലെത്തുമെന്നാണ് മത്സ്യവ്യാപാരികൾ പറയുന്നത്.